നിങ്ങള് ഫാൻസ് എല്ലാം കൂടി എന്നെ ചീത്ത വിളിക്കും. എന്താന്ന് പറയാനുള്ളത്? ശിവനെ ഇത് യാത് ജില്ല കണ്ടാലും പ്രശ്നമില്ല, അവനങ്ങനെയാ. ഇപ്പൊ അങ്ങനെയില്ല, ഇപ്പൊ ആര് കപ്പടിക്കുന്നു പറയാൻ പറ്റൂല. അപ്പം ചിലപ്പോ സംഘാടകരെ പ്രശ്നം കാരണം നമ്മൾ കളിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മ 3 കളി വെറുതെ ആയി. Hi, hello, welcome to Swimmix. Today we are here in Kasaragod to meet the real warriors of Kabaddi. Behind every match is a story of dedication, passion and hard work, and today we are bringing those stories directly to you. So stay tuned as we get to know the faces behind the game. This is Swimmix bringing you closer to the champions. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കാസർഗോഡ് ജില്ലയിലെ യുവതാരങ്ങളായ ആദർശ് കൊപ്പൽ, നന്ദുരാജ് കോയാമ്പുറം ആൻഡ് ആദിത്യൻ കുണിയൻ. ഒരു ഹായ് പറ. ഹായ് പറ, മൂന്നാള് പറ ഹായ്. ഹായ് പറഞ്ഞ ക്യാമറ ഹായ്. ഓ ഹായ് പറഞ്ഞിട്ടാ. ഹായ്. ഹായ്. നിങ്ങളാണ് കേട്ടോ സുമിക്സിന്റെ ആദ്യത്തെ ഗസ്റ്റ്. എന്താന്ന് പറയാനുള്ളത്? ശിവനെ ഇത് യാത് ജില്ല എപ്പോഴാണ് നിങ്ങളെ കബഡി ജേണി സ്റ്റാർട്ട് ആയത്? സ്കൂളിൽ പഠിക്കുമ്പോ. സ്കൂളിൽ പഠിക്കുമ്പോ? ചെറുപ്പത്തിലേ തുടങ്ങി. എത്ര ക്ലാസ്സില്? ക്ലാസ് ചോദിച്ചാൽ ചെറുപ്പത്തിൽ 5, 6. അതെയോ? മൂന്നാളും? എന്തുകൊണ്ടാണ് കബഡി ചൂസ് ചെയ്യാൻ കാരണം? ആ ഒരു ഗെയിം നാട്ടിലല്ല പണ്ടേ കളിക്കുന്നത് കബഡി തന്നെ. നാട്ടിൽ നിന്ന് കളിക്കുന്നത്. ഓ, കബഡിയില് റോൾ മോഡൽ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവും? വേറെ ആരെങ്കിലും? എല്ലാരും മൂന്നാള് റോൾ മോഡൽ ഒരാളാ? അതെയാ? നിങ്ങൾ മൂന്നാളും 3 ടീമിലല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കണക്ഷൻ? കബഡി തന്നെ കളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ട് അങ്ങനെ ഫ്രണ്ട്സ് ആയത്. ടീമിനെ കുറിച്ചിട്ട് പറയുമ്പോ മൂന്നാളെ ടീമിനെ കുറിച്ചിട്ട്? 3 ടീം നല്ല ടീം തന്നെ. ഇവരുടെ ടീം കൊറേ കപ്പടിക്കാനുണ്ട്, അമ്മ കുറച്ചേ ഉള്ളു. അതെ. പിന്നെ അവന്റെ ടീം അമ്മ ടോപ്പില്. ഇതുവരെ ഉണ്ടായ മാച്ചസിൽ ഏതാണ് ഏറ്റവും ടഫസ്റ്റ് ആയ മാച്ച്? പണ്ടേ കളിക്കാൻ തുടങ്ങിയതല്ലേ ചെറുപ്പം മുതലേ? അപ്പൊ ചെറുപ്പം മുതലേ ഇങ്ങനെ മാച്ചിനെല്ലാം പോവോ അതോ വെറുതെ കളിക്കുന്നതോ ഫ്രണ്ട്സിന്റെ ഒപ്പം മാച്ചും? അപ്പം ഇത്രയും കാലമായിട്ട് ഏതാണ് ടഫസ്റ്റ് മാച്ച്? മാച്ച് കൊറേ ഉണ്ട് അങ്ങനെ പറയണെങ്കിൽ. ഏതെങ്കിലും ഒന്ന്? ഓരോ സീസൺ കഴിയുമ്പോ മറക്കുന്നില്ലേ ഓരോന്ന്? കുറച്ച് ഇങ്ങനെ മറക്കും. ഈ സീസൺ എടുത്താണെങ്കിൽ പറയാം. അപ്പൊ ഈ ലാസ്റ്റ് സീസണിൽ ഉണ്ടായത്? ഇപ്പൊ അങ്ങനെയില്ല, ഇപ്പൊ ആര് കപ്പടിക്കുന്നു പറയാൻ പറ്റൂല. നല്ല ടീം നല്ലത്. ടഫ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ടഫസ്റ്റ് മാച്ച് ഉണ്ടാവുമ്പോ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോ ടെൻഷൻ ഉണ്ടാവലുണ്ടോ? എങ്ങനെയാണ് ഇങ്ങനെ കൂൾ ആവല്, മെന്റലി പ്രിപ്പയർ ആവലുണ്ടോ? ഓരോ ടീമോട് കളിക്കുമ്പോ ഓരോ അപ്പൊ ടെൻഷൻ വരുമ്പോ എന്ത് ചെയ്യും? ഈ പോഡ്കാസ്റ്റിൽ ടെൻഷൻ ഇല്ലേ? ഉണ്ട്. അതന്നെ ഓരോ ടീമിനോടൊക്കെ ഓരോ കളിയാ കളിക്കുന്നത്, മാറ്റും. അങ്ങനെ 2-3 റൈഡ് പോകുമ്പോ ഓക്കെ ആവും. പോയിന്റ് കിട്ടുമ്പോ ടെൻഷൻ മാറും. ഇപ്പൊ പറഞ്ഞല്ലോ ഇങ്ങനെ മാച്ച് ടഫസ്റ്റ് മാച്ച്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലും കബഡി ക്വിറ്റ് ആക്കണം തോന്നിനാ? ഈ കബഡിയെല്ലാം ഒന്ന് നിർത്താ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിനാ? ഇതുവരെ തോന്നിട്ടാ? അത്രയ്ക്ക് ഇഷ്ടമാണ് കബഡി. പക്ഷെ ഇന്ന് തോറ്റ അടുത്ത കളി ജയിക്കുന്ന ഉറപ്പുണ്ടാവും ചിലപ്പോ. അങ്ങനെ അതിന് സെറ്റാക്കി മതിയാക്കാൻ തോന്നുന്നില്ല. ഒരു സ്പിരിറ്റ് നല്ലതാണ്. ഇപ്പൊ വേറെ കബഡിന്റെ ഒപ്പം വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, അതോ ജോബാണോ എന്തെങ്കിലും? കബഡി മാത്രം. കബഡി കളിക്കുമ്പോ ഭയങ്കര ഇഞ്ചുറീസ് ഉണ്ടാവൂലേ? അപ്പൊ എങ്ങനെ അതിൽ റിക്കവർ ചെയ്യുന്നേ? റെസ്റ്റ് ചെയ്യും, റിക്കവറി. അങ്ങനത്തെ ഒരു പെയിൻ വരുമ്പം, ഫിസിക്കലി പെയിൻ വരുമ്പം കളിക്കാൻ തോന്നുമോ? ഇനി കളിക്കണ്ട അങ്ങനെ തോന്നലുണ്ടോ? അങ്ങനെ തോന്നില്ല. റിക്കവറി നല്ല കളിക്കാലോ. ആദ്യം കുറച്ച് സമയം നിൽക്കും. റിക്കവറി മൂന്നാള് പോലെ ഉണ്ട്. ഇപ്പൊ പോയില്ല, കളി ഉണ്ടാകുമ്പോ. നീ ജിമ്മിൽ പോവാണ്ട് തന്നെ ഫിറ്റ് ആണല്ലേ? ഇപ്പൊ കബഡിന്റെ സീസൺ അല്ലല്ലോ, അപ്പൊ ഇപ്പൊ എങ്ങനെ ടൈം സ്പെൻഡ് ആക്കും? ക്ലബില് വേറെ കളി കളിക്കും. എന്നാലും കബഡി തന്നെ കളിക്കും. ഇപ്പൊ മഴയല്ലേ, ഇപ്പൊ വേൾഡ് കപ്പ് അല്ലേ?
കഴിഞ്ഞ് ഉറങ്ങി രാവിലെ കളിക്കാൻ വേണ്ടി വേൾഡ് കപ്പില് ആരാണ് ഫാൻ? ബ്രസീൽ മറ്റേ ടീം പുറത്തായി. പുറത്തേക്ക് നിങ്ങൾ രണ്ടാളും അർജന്റീന. അർജന്റീന. അർജന്റീന ഇന്നലെ ജയിച്ചല്ലോ. അർജന്റീന കപ്പെടുക്കും. എടുക്കൂലേ? ആ. അപ്പം കളീന്റെ സീസണിൽ എങ്ങനെയാണ് ഡെയിലി റൂട്ടീൻ? എന്തെല്ലാം ചെയ്യല്? രാവിലെ അടിക്കും കളിക്കും രാത്രി ആകുമ്പോൾ വരും. അങ്ങനെ ഫുൾ ടൈം പ്രാക്ടീസ് അത് മാത്രം? പാരീസ് ഉണ്ടാവും, ചെയ്യും. വേറെ ഒന്നും ഇല്ല? അങ്ങനെ നന്നായിട്ടൊന്നുമില്ല. ശനി ഞായറും തിങ്കളാഴ്ച കബഡി ഉണ്ടാകുന്ന അങ്ങനെ പോവും. കളിച്ചു വീട്ടിലേക്ക് വന്നു, ഉറങ്ങി, പോയി. ഓക്കെ. അങ്ങനെ നിങ്ങൾ മൂന്നാളെ ഫാമിലിയും സപ്പോർട്ടാണോ കബഡി കളിക്കുന്നതിലും? ഫാമിലി സപ്പോർട്ട് തന്നെ. ഇത് നല്ലോണം സപ്പോർട്ട് ചെയ്യും പാരന്റ്സ്? ഇതുവരെ അവരെപ്പെങ്കിലും പറഞ്ഞോ നിന്റെ ഒരു കബഡി കളി അങ്ങനെ എന്തെങ്കിലും നിർത്താനോ? തോറ്റിട്ട് വീട്ടിൽ പോകാൻ പറയുന്നത്. തോറ്റാൻ പറയോ? വേറെ എന്തെങ്കിലും പണിക്കോടാന്ന് പറയൂലേ? അപ്പം നിങ്ങ എന്താ പറയും? പിന്നെ അവര് മൈൻഡ് ആക്കിയില്ലേ? ഫ്രണ്ട്സ് എല്ലാം സപ്പോർട്ടാ? ഏറ്റവും കൂടുതൽ ആര് സപ്പോർട്ട് ചെയ്യുന്നേ? ഏറ്റവും കൂടുതൽ ക്ലബ് തപ്പിയ ക്ലബ്ബാര്. സുമിക്സിലേക്ക് ചിന്തന്റെ അച്ഛനെപ്പോഴും വിളിക്കലുണ്ട്. അന്നെ ഞാൻ ലൈവ് കട്ടാവാൻ വിളിക്കില്ല. നിന്റെ കളി എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി നിന്റെ കളി ഇടയ്ക്കിടെ കട്ടാവും, വിളിക്കും. അതൊന്നല്ലാട്ടാ. കബഡി ജേണിയില് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയ മൂമെന്റ് ഏതാണ്? ജയിക്കുമ്പോ മാത്രമേ ഹാപ്പി ആയിട്ടിരിക്കും? ജയിക്കുമ്പോ തന്നെ. അതെയോ? ജയിക്കുമ്പോ കൂടുതൽ സന്തോഷല്ലേ? ഇപ്പൊ നിങ്ങൾ കബഡി പ്ലേയേഴ്സ് എല്ലാന്ന് വിചാരിക്കും. അപ്പൊ വേറെ എന്തായിരിക്കും ആവാ? വേറെ എന്തെങ്കിലും ഡ്രീം ഉണ്ടാവും? ഇങ്ങനെയാണ് നടന്ന് ഇപ്പൊ ദുബായ് പോട്ടി. ദുബായിലായിട്ടുണ്ടാവും. ദുബായില് പണി പുറത്ത് പോട്ടി. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? കബഡിയാന്ന് ഇതൊരു സമയം വരെ ഉണ്ടാവും, ഒരു പ്രായം വരെ ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നോക്കൂലേ? അപ്പം ഇനി എത്ര കാലം കബഡിയിൽ ഉണ്ടാവും? ജോലി കിട്ടും. പ്രാരാബ്ദം കൂടുന്ന അതിലുണ്ടാവും. എത്ര പ്രാരാബ്ദം കൂടുന്നത്ര. ഇപ്പം പെട്ടെന്ന് കബഡിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഫാൻസിനുള്ള വിഷമാവൂലേ? അങ്ങനൊന്നുമില്ല. പുതിയ ആൾക്കാർ പുതിയ പിള്ളേർ വരും ചെറുത്. എന്നാലും നിങ്ങളെ പോലെ ആവൂലല്ലോ. നമ്മളെ മുമ്പും നല്ല കളിക്കുന്നവരുണ്ടേ. എന്നാലും നിങ്ങൾക്ക് ഫാൻസ് ഉണ്ടാവൂലേ? അവർക്കെല്ലാം വിഷമാവൂലേ നിങ്ങൾ കളി നിർത്തിയാല്? അവർക്ക് അറിയാം, നാട്ടിലത്തവർക്ക് ഒരു സമയം നിർത്തും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഓരോരോ തലമുറ അല്ലേ, ഓരോരോ സീസൺ ഇങ്ങനെ വരുന്നല്ലേ. റൊണാൾഡോ മെസ്സി പോയാൽ അടുത്തവര് വരൂലേ? അത് കണക്ക് നമ്മ ചിന്തിക്കൂലേ, സമയം ഇവര് പണി പോവും, വീട്ടുകാരെ നോക്കണം, ഫാമിലി ആവും. അപ്പൊ അവരെല്ലാവർക്കും മനസ്സിലാവും അത്. അപ്പൊ അങ്ങനെ നിർത്തും എന്തായാലും. എന്നാലും കബഡി സൈഡായിട്ട് കൊണ്ടുപോയിക്കൂടെ? അങ്ങനെ സൈഡായി ഫുള്ളായിട്ട് വിടൂലല്ലോ. ഇല്ല. കാസർഗോഡ് കബഡിയില് എന്തെല്ലാം ഡെവലപ്മെന്റ് ആണ് വേണ്ടത്? നല്ല അക്കാദമി ഒന്നും ഇല്ല. ഒരു അക്കാഡമി ഇല്ലേ? ജഗദീഷ് ഒന്നേ ഇല്ലു. ഒറ്റൊന്നേ ഇല്ലു അല്ലേ? അപ്പൊ ഇനിയും വേണം. ഈ സീസൺ കഴിയുമ്പോ ചില പ്ലേയേഴ്സിന് വർക്കൗട്ട് എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ പുതിയ ടാലൻസിനും കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പൊ സോ ആ ഒരു ഡെവലപ്മെന്റ് വേണം. വേറെ എന്തെല്ലാം വേണ്ടത്? ഏകദേശം ഉണ്ട്. മറ്റു ജില്ലയിലെല്ലാം കളിക്കാൻ പോകുന്നതിനെക്കാട്ടും സെറ്റപ്പ് കാസർഗോഡ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോ സീസൺ ആകുമ്പോൾ ഡെവലപ്പ് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക്. ലൈവിന് വന്നു, റിവ്യൂ വന്നു, അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല കുറച്ച് മുന്നേ. അതെല്ലാം ആയില്ലേ? അങ്ങനെ ഓരോ സംഭവം വരുമായിരിക്കും. 10 മണിക്ക് സെമി എൻറ്റർ ചെയ്യണം എന്നുള്ളൊരു റൂളില്ലേ, അതിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ? വീട്ടിൽ പോയിട്ട് ലേറ്റ് ആവും. ഇപ്പം സെമിക്ക് 1 മിനിറ്റ് ലേറ്റ് ആയാൽ തന്നെ കളി നിർത്തി വെക്കുന്നില്ലേ? അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ കോർഡിനേഷൻ? സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതുവരെ കളിച്ചതോ? വെറുതെ ആവും. 3 കളി കളിച്ചായിരിക്കും സെമി എത്തുന്നത്. സെമി എൻട്രാ ചിലപ്പോൾ അത് ചില ടീമിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും ഇറങ്ങാൻ വയ്യുന്നത്. ചിലപ്പോൾ സംഘാടകർ എന്തെങ്കിലും ആ സമയമാകുമ്പോൾ ഉദ്ഘാടനം അങ്ങനത്തെ. അപ്പം ചിലപ്പോൾ സംഘാടകരെ പ്രശ്നം കാരണം നമ്മൾ കളിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ 3 കളി വെറുതെ ആയി. ഒന്നും കിട്ടാനൊന്നുമില്ല. രാവിലെ വന്നു കളിച്ചു, വെയിലത്ത് കളിച്ച് വെറുതെ ആയില്ലേ അത്. അപ്പൊ ആ ഒരു റൂള് മാറ്റി വെക്കണം, അങ്ങനെ എന്തെങ്കിലും? മാറ്റി വെക്കണം എന്നല്ല, ഇപ്പൊ 1 മിനിറ്റിന് വേണ്ടിട്ട് കളി നിർത്തി വെക്കുന്നില്ലേ? ആ സംഘാടകര് ഇപ്പൊ എത്രയോ കാലത്ത് കഷ്ടപ്പാടായിരിക്കും
ഒരു ടൂർണമെന്റ് നടത്തുന്നത്. ആ അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം 1 മിനിറ്റ് 2 മിനിറ്റെല്ലാം കൊടുക്കുന്നത് വലിയ തെറ്റില്ല. തെറ്റില്ല. കാസർഗോഡ് ജില്ലയിലല്ലാണ്ട് വേറെ ഡിസ്ട്രിക്റ്റിൽ കളിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടാണ്. കണ്ണൂര്. കണ്ണൂർ കാസർഗോഡ് കോർഡിനേഷൻ ആണ്. അപ്പം എല്ലാ ടീമിനും കളിക്കാൻ അറിയില്ല, കുറച്ച് ടീമിന് കളിക്കാം. കണ്ണൂർ ആ സൈഡില്ല. നമ്മളെ വീട് എൻ്റെ വീട് ഇത് കാസർഗോഡ് കണ്ണൂർ മുട്ടിയിട്ടാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ കളിക്കുന്നത് കാസർഗോഡ് കളിക്കാം. കാസർഗോഡ് ജില്ലയിൽ കളിക്കുമ്പോഴും മറ്റ് ഡിസ്ട്രിക്റ്റിൽ കളിക്കുമ്പോഴും ഇല്ലേ ഡിഫറൻസ്? അല്ല, കാസർഗോഡ് കളിക്കാൻ നല്ല ഇത് താല്പര്യം. നമ്മക്കിപ്പോ കാണികള് അങ്ങനെ പുറത്തു പോയി നമ്മൾ കിട്ടുക സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അതെ, കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. ഏറ്റവും ടഫസ്റ്റ് ആയ ഓപ്പണന്റ് ആരാണ്? എനിക്ക് ദിശാന്ത് മധുർത്ത്. എന്തുകൊണ്ടാണ്? നല്ലൊരു ഡിഫൻസ്, കുറെ നിർത്തലെല്ലാം കാണുമ്പോ തന്നെ ഒരു പേടി. നിങ്ങൾക്ക് രണ്ടാക്കും? എനിക്ക് അച്ചേരി സാഗറാട്ട, അവര് എപ്പം ക്യാച്ച് എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പേടിയാണ്. നിങ്ങൾക്കോ? കാശി പറഞ്ഞ പിള്ളേരല്ലേ അച്ചേരി, അവരുടെ കളിക്കാൻ കുറച്ച് ടാസ്ക് ആണല്ലേ? ഓക്കെ, നമുക്ക് പെട്ടെന്നൊരു ഗെയിം കളിക്കാം. അതായത് ഞാൻ ചോദിക്കുന്നതിന് ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ ചെയ്യണം. ആളെ ചൂടാം, പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ? അറ്റാക്ക് ഓർ ഡിഫെൻസ്? അറ്റാക്ക്. ലെഫ്റ്റ് കോർണർ ഓർ റൈറ്റ് കോർണർ? റൈറ്റ് കോർണർ. മോർണിംഗ് പ്രാക്ടീസ് ഓർ നൈറ്റ്? എല്ലാവരും ഒരുമിച്ച് പറയണം. റെയിനി മാച്ച് ഓർ സണ്ണി മാച്ച്? സണ്ണി മാച്ച്. ഹോം ക്രൗഡ് ഓർ എവേ ക്രൗഡ്? ഹോം. ക്യാപ്റ്റൻ ഓർ സ്റ്റാർ പ്ലെയർ? അല്ല, വേഗം പറയണം. ക്യാപ്റ്റൻ. ഓക്കെ, ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ്? ഇൻസ്റ്റഗ്രാം. ഇനി 1 word ആൻസേഴ്സ് ആണ്. യുവർ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്? ഹൈറ്റ്. നിങ്ങൾ രണ്ടാളും വെയിറ്റും ഇല്ല. അപ്പൊ വേറെ എന്തെങ്കിലും സ്ട്രെങ്ത്? കുറച്ച് സ്പീഡ് ഉണ്ട്. സ്പീഡ്. ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് ഏതാണ്? അതന്നെ, വെയിറ്റ് ഇല്ലാത്ത. വെയിറ്റ് ഇല്ലാത്ത. ഓക്കെ. യുവർ ഫേവറേറ്റ് ടീം മേറ്റ്? നിവേദ്. ഇഞ്ചുറി ആയിട്ട് ഇപ്പോ റിക്കവർ ആണെന്നുണ്ട്. ഓ, നിങ്ങൾക്ക് രണ്ടാളും ഫേവറേറ്റ് ആയിട്ടും ആരെങ്കിലും? എൻ്റെ ഇത് അബി. അബി. നമ്മളിൽ തന്നെ. അതെയോ? കാരണം നല്ല പറഞ്ഞുതരും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ പോയിന്റ് വേണ്ടെങ്കിൽ വേണ്ട പറയും, അല്ല ചെയ്യും, കറക്റ്റ് പറഞ്ഞുതരും. മിഥുൻ രാജ്. റീസണോ? അതന്നെ, കൺട്രോൾ ചെയ്യും കോർട്ട് പറഞ്ഞ റീഡോ ഇങ്ങനെ കളിക്കണം. ഇനി ബാക്കി ടീമേഴ്സ് ചൊടിക്കൂലല്ലോ ഇത് കാണുമ്പോ? ചൊടിച്ചൂടാട്ടാരും. ഫണ്ണിയസ്റ്റ് പ്ലെയർ ഓൺ യുവർ ടീം? ടീമിലാ ടീമില് ആരില്ല. സുബിയുണ്ട്. ഒന്നും കൊണ്ടുവില്ല. നമ്മളുണ്ട് ഹരിഗോവിന്ദ്. നല്ല കോമഡിയാ? കളിക്കുന്നതേ കോമഡി ആയിട്ടാ. അതെന്തേ? അല്ല, അങ്ങനെ ഒരു മണ്ടൻ കളിയാ സത്യം. കണ്ടാലും പ്രശ്നമില്ല, അവനങ്ങനെയാ. ആള് പാവാ, കമ്പനി ഇതാ ഒരു പെടപ്പ് കണക്ക് പോയിന്റിനെ കൊടുത്തെങ്ങനെ പേടി എന്തോ കളിക്കുവാൻ കോട്ടയെന്ന്. അതൊരു രസല്ലേ? നല്ല ഇതാ കളിക്കും, നല്ലോണം കളിക്കും. പക്ഷെ ഒരു കോമഡി ആയിട്ടും കളിക്കും, സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കും. കോമഡി ആയിട്ട് കളിക്കുമ്പോഴേ നല്ലത്, ഒരു ടെൻഷൻ ഫ്രീ ആവല്ലോ. ഓനെന്നെ കോട്ടയം തന്നെ ഓനെ കളിയാക്കി കളിക്കല്. അപ്പൊ ഇതുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കും? അങ്ങനെ ഒരേപോലെ. നിങ്ങൾക്ക് ആരെങ്കിലും കാണുമ്പം അവരെ പോലെ ആവണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മ ചെറുപ്പത്തില് ഉണ്ടാകുമ്പോ തോന്നിയിട്ടുണ്ട്. ആരെ പോലെ ആവണം തോന്നിയത്? ആശു എന്ന് പറയുന്ന
അശ്വിൻ. നമ്മുടെ തന്നെ കിഴക്കേ മുറി. അതെ. അവരെ കണക്ക് കളിക്കണം എന്നല്ല തോന്നലുള്ളൂ. ചെറുപ്പത്തിൽ കളിച്ചിനോ? ഒരുമിച്ച് കളിച്ച്. നിങ്ങൾക്ക് രണ്ടാക്കും അനുപേട്ട് ആരുടെ ആരില്ല. ഇതുവരെ അങ്ങനെ ആരും തോന്നിട്ടാ. കോച്ചിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? മൂന്നാള് കോച്ചിന് പറയാനില്ല, ഓരോ ആൾക്കാരുണ്ടാവും. കുറെ ആൾക്കാർ അങ്ങനെ ഒരാളായിട്ട് അങ്ങനെ ഇല്ല അല്ലേ? എന്നാലും മെയിൻ ആയിട്ട് ആരാന്ന്? നമ്മളാടാ ഷിയാദിച്ച, അസുറിച്ച, നാക്ഷയുടെ ഭൈരവനും. അപ്പം എങ്ങനെ അവരെ കുറിച്ചിട്ട് എന്താന്ന് പറയാനുള്ളത്? ചീത്ത അറിയോ പ്രാക്ടീസിന്റെ ഇടക്ക്? തെറ്റ് കണ്ടുപിടിച്ചിട്ട് നല്ല ഫ്രണ്ട്ലി നിങ്ങൾക്ക് രണ്ടാക്കും. നമുക്ക് പണ്ടേ നമ്മുടെ ടീം മാനേജർ തന്നെ വിനീതാട്ടെന്ന് പറയുന്ന പണ്ടേ കൊണ്ടുപോകുന്ന നമ്മളെ. ഇപ്പൊ അങ്ങനെ നമ്മേനെ ചെയ്യും, അവിടെ വന്നിട്ട് പറഞ്ഞു തന്നിട്ട് പോകും. നമ്മളുടെ കോച്ചിങ് എല്ലാം ഇത് തന്നെ ടീം മുന്നോട്ട് പോവാൻ ആരാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യല്? ടീം മാനേജർ അല്ലേ? ടീം മാനേജർ അവരിപ്പോ ശനിയാഴ്ചയിലെ കളിയാണെങ്കിൽ അവര് എന്തെങ്കിലും പണിക്ക് പോകുന്നവര് ആയിരിക്കും. അത് ലീവാക്കി നമ്മളെയും കൂടി കളിക്ക് പോയി കളി കഴിയുന്നവരെ നമ്മളെപ്പോ തന്നെ ഉണ്ടാവും. വിനീതാട്ടൻ അയാള് എപ്പോഴും രാവിലെ വരും, കളിയാന്ന് അപ്പം വരണമെന്ന് പറഞ്ഞിട്ട് ഒപ്പര തന്നെ ഉണ്ടാവും. കുറച്ച് നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട് ടീമിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും. നമ്മളെ മാനോട്ടെ നമ്മളെ വൈബ്. അതേ വൈബ്. എന്തുകൊണ്ടാണ്? നമ്മളെ ഒക്കെ നിൽക്കും എല്ലാത്തിനും. അത് നല്ല സപ്പോർട്ട്. നമ്മളെ ക്യാപ്റ്റനെ ടീമിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വാ. ആരാണ് ഏറ്റവും കൂടുതൽ കണ്ണാടിന്റെ മുമ്പിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ആരാണ് ഏറ്റവും ലേറ്റ് ആയിട്ട് പ്രാക്ടീസിന് വരും? ഈ ടീമില് ആരാണ് പ്രാങ്ക്സ്റ്റർ? എന്ത് പ്രാങ്ക് ചെയ്യല്? ഇവരെന്തെങ്കിലും കുത്തിത്തിരിപ്പായിക്കൊണ്ട് കുത്തിത്തിരിപ്പാ? എന്ത് ഇതില് കുത്തിത്തിരിപ്പാക്കിലും ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ എന്തെങ്കിലും ആയിക്കോ എന്തെങ്കിലും ഇരിച്ചിലായിക്കൊണ്ട് നിൽക്കും ഇങ്ങനെ. അപ്പൊ അത് പണി തിരിച്ചു കൊടുക്കണം എന്ന് ഇങ്ങനെ തോന്നലുണ്ടാ? ഇടക്ക് നമ്മങ്ങനെ കളിച്ചിട്ട് ജയിക്കാനാവുമ്പോ കയ്യെല്ലാം കൊടുക്കാമോ കയ്യെല്ലാം വിൽക്കും. ഇതില് ആരായിരിക്കും കോച്ചാവാനുള്ള സാധ്യത? ആരില്ല. അതെന്താ? അത്ര ബുദ്ധിയില്ല. കളീന്റെ ഇടയിൽ എന്തെങ്കിലും സങ്കടം വരാനായിട്ട് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും? ഭയങ്കര ഇമോഷണൽ ആയിട്ടില്ലേ? ചില ജയിച്ച കളി തോക്കുമ്പോ എന്താണ് നമ്മളെന്നെ അപ്പൊ എല്ലാവർക്കും ഇഞ്ചുറി ആകുമ്പോ ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് ഇഞ്ചുറി ആകുമ്പോ ഭയങ്കര സങ്കടം വരും. ജയിച്ചു വിചാരിച്ച കളി ഇപ്പൊ നമ്മളെന്തെങ്കിലും തെറ്റുകൊണ്ട് തോക്കുമ്പോ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ അടുപ്പിൽ ഇപ്പം കളിച്ചിട്ട് വരുന്ന റെയിലായിരിക്കും ചിലപ്പോ അയാൾക്ക് ഒരു ക്യാച്ചാവും. അതിലേക്കാണ് നമ്മ കളി അങ്ങനത്തെ പോലെ സ്ഥലത്ത് കളി തോറ്റിട്ടുണ്ട് ജയിച്ചത്. അപ്പൊ ഭയങ്കര സങ്കടം വരും. സോ ഫൈനൽ ആയിട്ടുള്ള വിഷയം, ഈ സുമിക്സ് വാച്ച് ചെയ്യുന്ന ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? എനി മെസ്സേജ്? ലൈവ് തുടങ്ങിയപ്പം പുറത്ത് മറ്റു ജില്ലയിലവർക്ക് കളി കാണാൻ വേണ്ടിയിട്ട് ദുബായിലവർക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട് ലൈവെല്ലാം നല്ലതാണ്. എന്തുണ്ടെങ്കിലും പെട്ടെന്ന് കളി കാണാൻ വരാൻ പറ്റാണ്ട് വീട്ടിലിരിക്കുന്നവർക്കെല്ലാം ലൈവിലെ കളി കാണാമല്ലോ. അങ്ങനെ ലൈവ് വന്നാൽ നല്ലതാണ്. ഇത് കാണുന്ന കുറെ ആൾക്ക് ഇപ്പം കുട്ടികൾക്കെല്ലാം കബഡി കളിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവില്ലേ? അവരോട് എന്താന്ന് പറയാനുള്ളത്? നല്ല വർക്കൗട്ട് ചെയ്യാം, നല്ല ക്യാമ്പ് ചെയ്യാൻ പോവാ. കുറെ അക്കാദമി സ്പോർട്സ് കൗൺസിലെല്ലാം ഇല്ലേ, സെലക്ഷൻ ഇറങ്ങാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു ഏജ് മാറുമ്പോൾ കളി ഡെവലപ്പ് ആവും ഓട്ടോമാറ്റിക്. അപ്പൊ ആ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ എന്തായാലും അച്ചീവ് ചെയ്യണ്ടേ? ഇപ്പൊ ഇവിടെ കാസർഗോഡ് എത്ര ചെറിയ പിള്ളേരും കബഡി കളിച്ചു തുടങ്ങുന്ന തന്നെ. നല്ല നല്ല അക്കാദമി പോയി
പ്രാക്ടീസ് ചെയ്ത് ചെയ്യുമ്പോൾ ഡെവലപ്പ് ആവും എന്തായാലും. എല്ലാരും അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക. മോട്ടിവേഷൻ എന്നല്ല, എല്ലാരും അങ്ങനെ ഉണ്ടായി. എല്ലാരും കാസർഗോഡ് കളിക്കുന്നല്ലോ ഏകദേശം. പക്ഷെ വലുതാകുമ്പോൾ കളി മാറി ചേഞ്ച് ആവും. നിങ്ങൾ രണ്ടാളും നാഷണൽസ് കളിച്ചിട്ടേ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കുറച്ച് മോശമാണ്. മോശം. ഓ, അവര് പുറത്തുള്ള ടീമാ നല്ലത്? അങ്ങനല്ല, അവര് കളിക്കുന്ന പോലെ അല്ല, അങ്ങോട്ട് കളിക്കും. ഓ, കുറെ വ്യത്യാസമുണ്ട്. അവര് നല്ല ക്യാമ്പ് കിട്ടുന്ന, നമ്മളെക്കാട്ടി നല്ല ക്യാമ്പ് കിട്ടി, ഫുഡ് നല്ല പ്രൊക്കൗട്ട് കളിക്കുന്നവരുണ്ടാവും. ഓ, അവരോട് നമുക്ക് ഇത്ര വെയിറ്റ് ഒന്നും ഇല്ലാണ്ട് അവിടെ കളിച്ച് കാര്യമൊന്നുമില്ല. ഒരു സെലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം കളിക്കാൻ കൊണ്ടുപോകും. പക്ഷെ അവിടെ ഒന്നും അങ്ങനല്ല, കുറച്ച് ക്യാമ്പറും ചെയ്യിപ്പിച്ച് ഹാർഡ് വർക്ക് അങ്ങനെ കുറച്ച് ഇതുണ്ട്. so as we come to an end of this podcast, we would like to extend our heartfelt thanks to our wonderful guests for sharing their experiences, insights, and journey in the world of Kabaddi. So thank you so much. And I wish all the very best മൂന്നാക്കും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. So thank you all for tuning in. Until next time, stay active, stay motivated, and keep chasing your goals. This is Umik signing off. See you in the next episode. Bye. Bye.